മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. അങ്ങനെ ഒരു യുഗം അവസാനിക്കുകയാണ്. വി എസ് അച്യുതാനന്ദൻ CPIM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ അവശേഷിച്ചയാളും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ മാസം 23 തിരുവനന്തപുരത്തെ SUT എന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ കൃത്യം 1 മാസമാകാൻ പോവുകയാണ്. ആ 1 മാസമാകുന്ന വേളയിൽ മറ്റന്നാളായിരിക്കും VS-ൻ്റെ ഭൗതിക ശരീരം പുന്നപ്ര വയലാർ സമര സേനാനികൾ അവരുടെ സ്മരണകൾ ഇരമ്പുന്ന വലിയ ചുടുകാടിൽ ചൂട് ഭസ്മമായി മാറുക. VS-നെ കുറിച്ച് പറയാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. VS ഒരു ആത്യന്തികമായി ആജന്മ പോരാളിയായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ജനനം മുതൽ, ബാല്യം മുതൽ ജീവിതത്തിൽ പോരാട്ടം തുടങ്ങിയതാണ്. സ്വന്തം ജീവിതത്തോട് പോരടിച്ച് മുന്നേറിയ, സാമൂഹ്യ ജീവിതത്തിൽ സ്ഥാനം നേടിയ, കേവലം 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിരുന്ന VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിലാഷം കൊണ്ടായിരുന്നില്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയായി ചരിത്രം രേഖപ്പെടുത്തുന്ന ഏക വ്യക്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ മാത്രമാണ്. VS-നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും സമൂഹത്തിനുള്ളിലെ നെറുകേടുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന VS CPIM-നുള്ളിലും തൻ്റെ പാർട്ടിക്കുള്ളിലും സ്വയം വിമർശനം എന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോരാടിക്കൊണ്ടിരുന്ന ഒരു മഹാവിപ്ലവകാരിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. സഖാവ് VS അച്യുതാനന്ദനെക്കുറിച്ച് പറയുമ്പോൾ ഈ എളിയവനായ ഞാൻ പോലും ഒരു കാലത്ത് VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച മൂല്യച്യുതികൾക്കെതിരായ ധർമ്മയുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്ന, അതിപ്പോഴും നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എനിക്കും മറ്റുള്ളവരെ പോലെ നാട്ടിലെ മഹാജനങ്ങളോടൊപ്പം ദുഃഖിക്കാതെ, കണ്ണീർ വാർക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനോ പറയാനോ കഴിയില്ല. VS അച്യുതാനന്ദൻ CPIM-ൻ്റെ ഉള്ളിലെ നയവ്യതിയാനങ്ങൾക്കെതിരെ, വലതു വ്യതിയാനങ്ങൾക്കെതിരെ, അന്യവർഗ ചിന്താഗതികൾക്കെതിരെ പടയോട്ടമാണ് നടത്തിയത്. അവസാനം ശാസ്ത്രം, ബോഡി മെറ്റബോളിസം അദ്ദേഹത്തെ തകർക്കുന്ന നാൾ വരെ ആ നാവ് ഉയർന്നുകൊണ്ടേയിരുന്നു, ആ മുഷ്ടികൾ ഉയർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അവസാന നാളുകളിൽ വിധിയുടെ വിളയാട്ടം എന്ന് പറയാവുന്നത് പോലെ, എന്ന് സമാധാനിക്കാവുന്നത് പോലെ അദ്ദേഹം നിശബ്ദനായി ഇതെല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ജീവിക്കേണ്ടുന്ന ഒരു 2-3 വർഷ കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായത് തീർച്ചയായും കേരളത്തിലെ സമകാലികമായ നികത്താനാകാത്ത ഒരു വിടവ് തന്നെയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും CPIM-ൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ
പ്രസക്തമായ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിശബ്ദനായി മാറുന്നത്. CPIM എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ രൂപത്തിലും ഭാവത്തിലും ഉള്ളടക്കത്തിലും കാതലായ മാറ്റം സംഭവിച്ച് വലതുപക്ഷത്തിലേക്കും വലതു വ്യതിയാനങ്ങളിലേക്കും പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹം മരണപ്പെട്ടു എങ്കിലും അതൊരു യാഥാർത്ഥ്യമായി നാം ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിച്ചേ മതിയാകും. അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇന്നും CPIMനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. CPIMൻ്റെ ഇപ്പോഴത്തെ AKG സെൻ്ററല്ല, അത് ജനങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ള പണം കൊണ്ടുണ്ടാക്കിയതല്ല എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും AKG പഠന ഗവേഷണ കേന്ദ്രമായി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള AKG സെൻ്ററിൽ, പഴയ AKG സെൻ്ററിൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, PT പുന്നൂസ് ദേവികുളം മണ്ഡലത്തിൽ മത്സരിക്കുന്ന വേളയിൽ അവിടെ ചുമതലക്കാരനായി അന്നത്തെ EMS ഗവൺമെൻറ്റിനെ നിലനിർത്താനുള്ള ഭൂരിപക്ഷം സംഘടിപ്പിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിന് ശേഷം അവിടുത്തെ ചുമതലക്കാരനായ VS ഒരു കൊച്ചു പെട്ടിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ബഹുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഫണ്ടിൻ്റെ മിച്ചം വന്ന തുക ആ പഴയ AKG സെൻ്ററിൻ്റെ പടി കയറി വന്ന് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളിനെ ഏൽപ്പിക്കുന്ന ആ ഒരു രംഗം മാത്രം മതി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയാൽ VS എന്ന് പറയുന്ന ആ നിഷ്കളങ്കനായ ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം നമുക്ക് അളന്നെടുക്കാൻ. അതൊരു ഉദാഹരണം മാത്രം. അങ്ങനെ എത്രയോ ഇന്നത്തെ സമകാലികമായി ഇന്ന് ചുട്ടുപൊള്ളി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഈഴവർക്ക് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ജാതി പറഞ്ഞാൽ ഈഴവർക്ക് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, MP മാരുണ്ടായിട്ടുണ്ട്, MLA മാരുണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർമാർ, എന്തിനേറെ വായനശാലകളിൽ പോലും ഈഴവർക്ക് മതിയായ പ്രാധാന്യം ലഭിച്ച ഒരു നാടാണ് കേരളം. എന്നാലും അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ പരിഭവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആനുഷംഗികമായി സാന്ദർഭികമായി സ്മരിക്കട്ടെ, VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ തട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു VS അച്യുതാനന്ദൻ ഒരു ഈഴവൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ പോലും ആ അംഗത്തട്ടിൽ നിന്ന് പോലും അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ വാനോളം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ഈഴവ മുഖ്യമന്ത്രി ആയിരിക്കില്ല, പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ, അതിൽ സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന കഷ്ടപ്പെടുന്നവരുടെ, ഏഴകളുടെ തോഴനായി ഞാനെന്നും ഉണ്ടാകും. ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയായിരിക്കും, അല്ലാതെ ഈഴവൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ, തെരഞ്ഞെടുപ്പ് അംഗത്തട്ടിൽ തൻ്റെ ഇടമുള്ള, ചങ്കുറപ്പുള്ള ഏക മനുഷ്യൻ സഖാവ് VS അച്യുതാനന്ദൻ മാത്രമാണെന്ന് കാലം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ പോലും സ്വന്തം മകനെതിരെ ചില അവിഹിതമായ ഇടപെടലുകളെ സംബന്ധിച്ച ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ എൻ്റെ മകനായിക്കോട്ടെ ആരായിക്കോട്ടെ, ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷം എഴുതി തന്നാൽ അതിനനുസരിച്ച് ആ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യാം എന്ന്
നിയമസഭയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് വി എസ്. ഇതൊക്കെ അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ചില ഏടുകൾ മാത്രമാണ്. എങ്കിലും വി എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞാൽ തീരാത്ത എത്രയോ അനുഭവങ്ങൾ. അതെല്ലാം വി എസിനെ നേരിട്ടറിയുന്നവർക്ക് ഗദ്ഗത കണ്ടത്തോടെ മാത്രമേ ഓർത്തെടുക്കാൻ കഴിയൂ, പറയാനും കഴിയൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വി എസ് അച്യുതാനന്ദൻ തുടങ്ങി വച്ച പോരാട്ടം അത് സമൂഹത്തിലായാലും പാർട്ടിയിലായാലും ഇന്നും അതിപ്രസക്തമായി സൂര്യശോഭയോടെ ഇന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദവും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം വിട പറയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വി എസ് മരിച്ചാലും CPM-നുള്ളിൽ വി എസ് നിറസാന്നിധ്യമായിക്കൊണ്ടിരിക്കും. അങ്ങനെ വി എസിൻ്റെ പേര് എടുത്തുദ്ധരിച്ച് ആർക്കും നിലനിൽക്കാൻ കഴിയില്ലെങ്കിലും ഈ ചെമ്പതാകയോട്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടിയോട് അല്പമെങ്കിലും കൂറുള്ളവർക്ക് വി എസ് ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി CPIM-ന് ഒരിഞ്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് അടിവരയിടുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് വി എസ് നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ വേർപാടിൽ എന്നും വി എസ് കേരളത്തിലെയും ഇന്ത്യയിലെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അണികളിൽ, തൊഴന്മാരിൽ ജീവിച്ചിരിക്കും വി എസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.